എഡ്വേർഡിന് വേണ്ടി വെച്ചിരുന്ന ഒരു സ്റ്റാമ്പ് ഈ ലാസ്റ്റ് മിനിറ്റ് ഒരു ചെറിയ ഒരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ കാരണം ഹി ചേഞ്ച് ടു ദ പ്രിൻസ് ഓഫ് പീസ്. നോക്കൂ, ഈ ലോകത്തെ ആദ്യത്തെ ക്രിസ്തുമസ് സ്റ്റാമ്പിനെ കുറിച്ചുള്ള വിവരം എനിക്ക് മുൻപൊന്നും അറിയുണ്ടായിരുന്നില്ല. ഇത് അറിയുന്നവർ നന്നേ ചുരുങ്ങുകയും ചെയ്യും. ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ വിശാൽ ജോർജിന് പറയാനുണ്ട്. ക്രിസ്തുമസിന്റെ സ്റ്റാമ്പ് ശേഖരത്തെക്കുറിച്ച് തന്നെ ഒരുപാട് കഥകൾ നമുക്ക് വിശാൽ പറഞ്ഞു തരും. ആദ്യത്തെ ക്രിസ്തുമസ് സ്റ്റാമ്പ് പുറത്തിറങ്ങി 125 വർഷം പിന്നിടുന്നു. അന്നു മുതൽ ഇന്നുവരെ പുറത്തിറക്കിയ ക്രിസ്തുമസ് സ്റ്റാമ്പുകളെല്ലാം വിശാലിന്റെ ശേഖരത്തിലുണ്ട്. തിരുപ്പിറവി ചിത്രീകരിക്കുന്ന ആദ്യ സ്റ്റാമ്പ് 1943 ഹംഗറിയും 57 ഓസ്ട്രേലിയയുമാണ് പുറത്തിറക്കിയത്. വിശാലിന്റെ ആൽബം നിറയെ ഇത്തരം അറിവുകളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പയ്യെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഓക്കെ ഇത് വളരെ ബ്രോഡ് ഒരു സബ്ജക്റ്റ് ആണെന്നുള്ളതും. അപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളെ പറ്റി പഠിക്കാൻ പറ്റി. റെനൈസൻസ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ്, അവരുടെ ഡ്രോയിങ്സ് കമ്മമറേറ്റ് ചെയ്ത് പല രാജ്യങ്ങളിൽ ഇറക്കിയിരിക്കുന്ന പല സ്റ്റാമ്പ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തതും ഒന്നുമല്ല. തീർന്നില്ല. ക്രിസ്തുവിന്റെ തിരുപ്പിറവി മുതൽ കുരിശേറ്റവും ഉയിർപ്പുമെല്ലാം ചിത്രീകരിച്ച സ്റ്റാമ്പുകളും ഇതിലുണ്ട്.